ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യുദ്ധം നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തുകയാണ്. യുദ്ധം ശക്തി പ്രാപിക്കുന്നതല്ലാതെ ഒരു വിഭാഗവും ഒരയവും കാണിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. അതീവ ഗുരുതരമായിരിക്കും പ്രത്യാഘാതം എന്നതിന് ഒരു സംശയവുമില്ല. ഇന്ത്യയൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. കേരളത്തിനൊക്കെ ഒത്തിരി അനുഭവിക്കേണ്ടി വരും. ഇന്ധനരംഗത്ത് ക്ഷാമമുണ്ടാവും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങ് വർദ്ധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമൊക്കെ ചിന്തിക്കണം. അവർ തിരിച്ചു വന്നാലുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ച് അതും ചിന്തിക്കണം. ഏത് യുദ്ധത്തിൻ്റെ പിന്നിലും ഭയമാണുള്ളത്. ഭയമാണ് അടിസ്ഥാനം. ഭയമുള്ളിൽ കയറിയാൽ സംശയമുണ്ടാകും, അസൂയയുണ്ടാകും, അഹങ്കാരമുണ്ടാകും. പിന്നെ പിന്തിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. മുന്നോട്ട് ഏതറ്റം വരെയും പോകാനുള്ള ഒരു മനസ്സിലായിരിക്കും എല്ലാവരും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം പരിശോധിച്ച് ചെല്ലുമ്പോൾ വ്യക്തിയെ മാനിക്കുക എന്നത് അസാധ്യമായി വരുന്നിടത്ത് യുദ്ധം ആരംഭിക്കും. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ലോകത്തിലായാലും എല്ലായിടത്തും അതുതന്നെയാണ്. വ്യക്തിയെ മാനിക്കാൻ കഴിയുക. യുദ്ധം അവസാനിക്കണമെങ്കിൽ വ്യക്തികളിൽ സ്ഥായിയായ ഒരു ചിന്ത കടന്നു വരണം. ഭയവും സംശയവും അസൂയൊക്കെ വിട്ടുപോകണം. പരസ്പരം മാനിക്കാൻ കഴിയണം. വ്യക്തിയെ മാനിക്കാൻ സാധിക്കണം. അങ്ങനെ ഈശോ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം വിട്ടുപോവുകയില്ല. ഈ ഭയമായാലും അസൂയയായാലും അഹങ്കാരമായാലും അതൊക്കെ വിട്ടുപോകണമെങ്കിൽ പ്രാർത്ഥന വേണം. അതുകൊണ്ട് തന്നെ മാർച്ച് 6-ാം തീയതി പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ റാഫേൽ തട്ടിൽ പിതാവ്, മേജർ ആർച്ച് ബിഷപ്പ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം വിട്ടുപോകുന്നില്ലല്ലോ. മനുഷ്യൻ്റെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകട്ടെ. അപരനെ മാനിക്കാൻ, അപരൻ്റെ ജീവനും എൻ്റേതുപോലെ വിലയുള്ളതാണ്, എനിക്കുള്ളതുപോലെ തന്നെ അപരനും ജീവിക്കാൻ ഈ ലോകത്ത് അവകാശമുണ്ട്. ഈ ചിന്തകളെല്ലാം അവരിലേക്ക് കടന്നു വരട്ടെ. യുദ്ധം അവസാനിക്കട്ടെ. ആമേൻ.